ഹായ് ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പോക്കോ X2ൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാറ്ററി ഡ്രെയിൻ ഇഷ്യൂ ആണ്. അത് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം അല്ലെങ്കിൽ അത് എങ്ങനെ ഫിക്സ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഇപ്പോൾ ഒരു 10 കാര്യങ്ങൾ ഞാൻ പറയാൻ പോകുന്നുണ്ട്. 10 കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ഫോണിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ബാറ്ററി ബാക്കപ്പിനേക്കാൾ കൂടുതൽ ബാറ്ററി ബാക്കപ്പ് എന്ന് പറഞ്ഞാൽ 15% എങ്കിലും കൂടുതൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങൾ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ആപ്പ് എന്നുള്ളത് കാണാൻ സാധിക്കും. ആപ്പിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഈ പെർമിഷൻസ് സെലക്ട് ചെയ്യുക. പെർമിഷൻസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഓട്ടോ സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യാം. ഓട്ടോ സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നെറ്റ് ഓൺ ആക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ ഈ ആപ്പുകളിലെല്ലാം നിങ്ങളുടെ നെറ്റ് യൂസ് ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഈ ആപ്പ് ഓൺ ചെയ്തില്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ഈ ആപ്പുകളിലെല്ലാം ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. നിങ്ങളെല്ലാം ഇത് ഓഫ് ചെയ്തിടുക. എല്ലാതിൻ്റെയും ഈ കാണുന്ന ആപ്പുകൾ നിങ്ങളുടെ എന്തൊക്കെ ആപ്പ് എടുക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആ ആപ്പിൽ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ആവേണ്ട കാര്യം. ഇൻ കേസ് നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ വർക്ക് ആകണമെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഓൺ ചെയ്തിട്ടോ. ബാക്കി നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത എല്ലാ ആപ്പുകളിലും ഇത് ഓഫ് ചെയ്തിടുക. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് അതർ പെർമിഷനിൽ പോവുക. അതർ പെർമിഷനിൽ പോയതിനു ശേഷം ഇവിടെ പെർമിഷൻസ് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഡിസ്പ്ലേ പോപ്പപ്പ് വിൻഡോ എന്ന് കാണാൻ സാധിക്കും. അത് നമുക്ക് ഡിസ്പ്ലേ പോപ്പപ്പ് വിൻഡോയിൽ കുറേ ആപ്പുകൾ ഓൺ ആയി കിടക്കുന്നുണ്ടായിരിക്കും. ഇൻ കേസ് ഓഫ്ലൈനിൽ വർക്ക് ആവുന്ന ആപ്പുകളിൽ പോലും ഇത് കാണാൻ സാധിക്കും. എന്താ കാരണം, ഈ ഓഫ്ലൈനിലൊക്കെ ചില സമയങ്ങളിൽ പരസ്യം നിങ്ങൾ കണ്ടായിരിക്കും വരുന്നത്. അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ MX പ്ലെയറിൽ തന്നെ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ പല പരസ്യങ്ങളും വരുന്നത് കാണാം. അതെല്ലാം നിങ്ങൾക്ക് വേണ്ടല്ലോ, എക്സ്റ്റെൻഡറിലുള്ള ആവശ്യമില്ല. അങ്ങനത്തെ ആഡുകളൊക്കെ ഓഫ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പോപ്പപ്പ് വിൻഡോ ഓഫ് ചെയ്യണം. ഈ VLC പ്ലെയർ നിങ്ങൾക്ക് ഏതൊക്കെ ഇതിന് പോപ്പപ്പ് വിൻഡോ ആവശ്യമില്ലാത്തതുകൊണ്ടോ അതെല്ലാം നിങ്ങൾ ക്ലോസ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർമിഷൻ ബാക്കിൽ വരിക. അതിനുശേഷം പെർമിഷനിൽ ക്ലിക്ക് ചെയ്യുക. പെർമിഷൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ലൊക്കേഷൻ എന്നുള്ള കാണാൻ സാധിക്കും. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ പല ആപ്പുകളിലും ലൊക്കേഷൻ ഓൺ ആയി കിടക്കായിരിക്കും. അതെല്ലാം ഓഫ് ചെയ്യുക. ഇൻ കേസിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പോക്കോ ലോഞ്ചറിൻ്റെ ഉള്ളിൽ എന്തിനാണ് നമുക്ക് ഈ ലൊക്കേഷൻ്റെ ആവശ്യം. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഈ ജിയോൻ്റെ ആപ്പിൻ്റെ ഉള്ളിൽ എന്തിനാണ് ലൊക്കേഷൻ ആവശ്യം. അങ്ങനെ പല ആപ്പുകളിലും നിങ്ങളുടെ ലൊക്കേഷൻ ഓൺ ആയി കിടക്കുന്നുണ്ടായിരിക്കും. അത് നിങ്ങൾ വലിയ രീതിയിലുള്ള ഡാറ്റ കൺസ്യൂം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബാറ്ററീനെ ഭയങ്കര രീതിയിൽ ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഓഫ് ചെയ്യുക. നിങ്ങൾക്ക് മാക്സിമം ആപ്പുകളിലൊന്നും നമുക്ക് ലൊക്കേഷൻ്റെ ആവശ്യമില്ല. ആ ലൊക്കേഷൻസ് ഈ കൺവെർട്ടറിൽ വരെ ഓണായി കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഇതെല്ലായാലും ലൊക്കേഷൻ ക്ലോസ് ചെയ്യുക. വൈഫൈ തുറക്കുക. വൈഫൈൻ്റെ ഉള്ളിൽ വൈഫൈ അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ബെസ്റ്റ് നെറ്റ്വർക്ക് ഓട്ടോമാറ്റിക്കലി എന്ന് കാണിക്കും. എന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈഫൈ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വൈഫൈയുടെ നെറ്റിൻ്റെ സ്പീഡ് ഇത്തിരി കുറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഡാറ്റയിലേക്ക് മാറുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഡാറ്റയിലേക്ക് മാറുന്നത്. അത് നമുക്ക് ആവശ്യമില്ല. വൈഫൈ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാക്സിമം വൈഫൈയിൽ തന്നെ യൂസ് ചെയ്യാനാണ് ട്രൈ ചെയ്യുക. ബാക്കി നമ്മുടെ ഡാറ്റയിലേക്ക് ഫ്ലെക്സിബിൾ ആയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ഡ്രെയിൻ അത്രയ്ക്കും കൂടും. അപ്പോൾ നിങ്ങളിവിടെ ഓഫ് ചെയ്തിടുക. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യണമെന്ന് കഴിഞ്ഞാൽ അടിയിൽ കാണാം ട്രാഫിക് മോഡ് എന്നുള്ളത്. അത് ഓൺ ചെയ്തതിന് ശേഷം എക്സ്ട്രീം മോഡ് സെലക്ട് ചെയ്തിടുക. എക്സ്ട്രീം മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ആപ്പാണോ വൈഫൈയിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ആപ്പിൽ മാത്രം മാക്സിമം നെറ്റ് യൂസ് ആവും. ആ നെറ്റ് യൂസ് ആകുമ്പോൾ നമ്മുടെ ബാറ്ററി ഡ്രെയിൻ അത്രയ്ക്കും കുറവും. അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന എല്ലാ ആപ്പുകളിലും നമ്മൾ ബാറ്ററി യൂസ് ആയിക്കൊണ്ടിരുന്നുണ്ടെങ്കിൽ നെറ്റ് യൂസ് ചെയ്തുകൊണ്ടിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററി അത്രക്കോളം നമ്മുടെ ബാറ്ററി ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾ അടുത്ത ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് കാര്യം നിങ്ങൾ സെക്യൂരിറ്റിയിൽ വരിക. ബാക്കിൽ വന്നതിന് ശേഷം സെക്യൂരിറ്റി എന്ന് പറഞ്ഞൊരു നമ്മുടെ ഓപ്ഷൻ കാണാൻ സാധിക്കും. സെക്യൂരിറ്റി തുറന്നിട്ട് സെക്യൂരിറ്റിൻ്റെ ഉള്ള അടിയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റ യൂസേജ് എന്ന് കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അതിനടിയിലായിട്ട് റെസ്ട്രിക്റ്റ് ഡാറ്റ യൂസേജ് എന്നുണ്ടായിരിക്കും. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഓഫ്ലൈനിൽ ഉപയോഗിക്കുന്ന കുറേ ഉള്ള ആപ്പുകളിൽ നിങ്ങൾക്ക് എല്ലാം ഓണാക്കി കിടക്കേണ്ടതായിരിക്കും നിങ്ങളുടെ ഡാറ്റ യൂസേജ്. അതെല്ലാം നിങ്ങൾ ഓഫ് ചെയ്തിടുക. നിങ്ങൾക്ക് ഏതൊക്കെ ആപ്പുകളിലാണോ നിങ്ങൾക്ക് നെറ്റ് വേണ്ടാത്ത ഓഫ്ലൈനിൽ വർക്കാവുന്ന ആപ്പുകളുണ്ടല്ലോ അതിലെല്ലാം നിങ്ങൾ ഡാറ്റ ഓഫ് ചെയ്തിടാം. അത് ഇപ്പോൾ സ്നാപ്സീഡ് തുടങ്ങിയുള്ള പല ആപ്പുകളിലും ഇത് ഓണായി കിടക്കുന്നുണ്ടായിരിക്കും. അതിനൊന്നും നമുക്ക് നെറ്റിൻ്റെ ആവശ്യമില്ല. അതെല്ലാം നിങ്ങൾ ക്ലോസ് ചെയ്തിടുക. അത് നമ്മൾ നല്ല രീതിയിൽ നെറ്റ് വലിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോന്നൊക്കെ ഈ MX പ്ലെയറിനെ ഞാൻ എക്സാമ്പിളായി പറഞ്ഞു തരുന്നല്ലോ. നിങ്ങൾക്ക് ഇടയിലൊക്കെ ചില സമയങ്ങളിൽ പരസ്യം കാണാൻ സാധിക്കും. അതെല്ലാം ഈ നെറ്റ് അത്രത്തോളം യൂസ് ആവുന്നുണ്ട്. ആ നെറ്റ് യൂസ് ആവുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ ബാറ്ററിയും അതിനനുസരിച്ച് യൂസ് ആവുന്നു. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ബാറ്ററി
ഇതിൻ്റെ ഉള്ളിൽ ക്ലീനർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിനടി തൊട്ട് താഴെയായിട്ട് ബാറ്ററി ആൻഡ് പെർഫോമൻസ് എന്നുള്ളതൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ള ഒപ്റ്റിമൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അത് നിങ്ങളൊന്ന് ഒപ്റ്റിമൈസ് ചെയ്ത് കൊടുക്കുക. ഇതുകൊണ്ട് പലരും പറയും തീരെ യൂസ് ഇല്ല എന്ന്. ഇത് നമ്മുടെ ഷോമിയിലെ എല്ലാ മൊബൈലുകളിലും അവൈലബിൾ ആണ്. വെറുതെ ഒരു യൂസ് ഇല്ലാണ്ട് അവരെന്തായാലും വെക്കില്ലല്ലോ. അപ്പോൾ നിങ്ങൾ അതൊന്ന് ഈ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊന്ന് ക്ലീൻ ചെയ്ത് ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ടിരിക്കുക. നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബാറ്ററി ഇതിൻ്റെ ഉള്ളിൽ ഡിസ്പ്ലേയിലുള്ള എപ്പോഴും നിങ്ങളുടെ ബ്രൈറ്റ്നെസ് ഒരിക്കലും ഹൈ ആയിട്ട് ഇടാതിരിക്കാൻ ട്രൈ ചെയ്യുക. മാക്സിമം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഓട്ടോയിൽ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ലോവിലായിട്ട് ഇടുക. എൻ്റെ അഭിപ്രായത്തിൽ ഓട്ടോയിൽ ഇടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മുടെ ഓട്ടോയിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദോഷം കൂടി ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാറ്ററി അതിനനുസരിച്ച് നമ്മൾ സെൻസ് ചെയ്യാനായിട്ടുള്ള സെൻസറും കൂടി കൂടുതൽ വർക്കാവും, അതിന് ബാറ്ററി കൂടുതൽ യൂസ് ആവും. അപ്പോൾ ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം ലോയിൽ ഇട്ടിട്ട് വർക്ക് ചെയ്യുക. നമുക്ക് അത്ര കാണാണ്ടാവുമ്പോൾ അതിനനുസരിച്ച് ഒന്ന് ജസ്റ്റ് ആയിട്ട് കൂട്ടി കൊടുക്കുക. പിന്നെ അതിന് ശേഷം വേറെ ചെയ്യേണ്ട കാര്യം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ലൊക്കേഷൻ, നിങ്ങൾ ഏത് ആപ്പ് തുറന്നാലും നിങ്ങൾ മാക്സിമം ഈ ലൊക്കേഷൻ നിങ്ങൾ എത്ര ക്ലോസ് ചെയ്താലും ക്ലോസ് ആവാതിരിക്കുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. വീണ്ടും വീണ്ടും ഓപ്പൺ ആയി വരുന്നത് എന്താ കാരണം, നമ്മൾ മുന്നേ ലൊക്കേഷൻ പറഞ്ഞല്ലോ, ലൊക്കേഷനിൽ പോയിട്ട് നിങ്ങൾ ആ ആപ്പുകളിലെല്ലാം കയറുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ലൊക്കേഷൻ ഓൺ ആയിട്ട് വരും. അപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് എല്ലാ ആപ്പുകളും നിങ്ങൾ ആവശ്യമില്ലാത്ത ആപ്പുകളിലെല്ലാവരുള്ള ലൊക്കേഷൻ ക്ലോസ് ചെയ്യണം. നിങ്ങളുടെ നെറ്റ് ഉപയോഗിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളുടെ ബാറ്ററി വലിയ രീതിയിൽ അവർ കൺസ്യൂം ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട വേറൊരു കാര്യം തന്നെയാണ് സെറ്റിങ്സിൽ വരിക. സെറ്റിങ്സിൽ വന്നതിന് ശേഷം അതിൻ്റെ അടിയിൽ നിങ്ങളുടെ സിം ആൻഡ് നെറ്റ്വർക്ക് എന്നുണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എയർടെൽ സിം യൂസ് ചെയ്യുകയാണെങ്കിൽ ഏത് സിം യൂസ് ചെയ്യുകയാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ വോൾട്ടി യൂസ് ചെയ്യുക. വോൾട്ടി നമ്മുടെ ബാറ്ററിനെ വളരെയധികം ലൂസ് ചെയ്യുന്നതിൽ നിന്ന് ഡ്രെയിൻ ചെയ്യുന്നതിൽ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഡ്രെയിൻ ആവാതെ നമ്മുടെ മൊബൈൽ കൂടുതൽ നേരം ബാറ്ററി കിട്ടാനായിട്ട് നമ്മൾ ഇൻ കേസ് ഞാൻ പറഞ്ഞ എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ H+ ഒക്കെ കണ്ടിരിക്കും. H+ ഒക്കെ നമ്മുടെ വർക്ക് ആവുന്ന സമയത്ത് അതിൻ്റെ ഫ്ലക്ച്വേഷൻ കുറേ ആയിട്ട് വരും. വോൾട്ടേജിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളൊരു നെറ്റ്വർക്കിൽ സ്റ്റേബിളായിട്ടിരിക്കാൻ കൂടുതലായിട്ട് സഹായിക്കും. അപ്പോൾ നിങ്ങൾ വോൾട്ടേജിലിടുക എല്ലാതും. എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജിയോ വോൾട്ടേജിൽ തന്നെ വർക്കാവുള്ളൂ. പിന്നെ നമ്മുടെ എയർടെൽ ആയാലും ഐഡിയ ആയാലും ഏതായാലും നിങ്ങൾ വോൾട്ടേജിലിട്ട് യൂസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾക്ക് വേണ്ടത് ഡാർക്ക് മോഡിലാണ്. നിങ്ങൾ സെറ്റിങ്സിൽ പോയതിനു ശേഷം ഡാർക്ക് മോഡ് സെർച്ച് ചെയ്യുക. ഡാർക്ക് മോഡ് നിങ്ങൾ മാക്സിമം ഒരു ഷെഡ്യൂളിങ് ചെയ്ത് വെക്കുക. ഡാർക്ക് മോഡ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ അടിയിലായിട്ട് ഷെഡ്യൂൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 7 to 7 രാത്രി 7 മണി തൊട്ടിട്ട് കാലത്ത് മോർണിംഗ് 7 വരെ നിങ്ങൾ ഡാർക്ക് മോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബാറ്ററിയിൽ അത്രയ്ക്കും വ്യത്യാസം കാണാൻ സാധിക്കും. നിങ്ങൾ ഡേ ടൈമിൽ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ സാധാരണ മോഡ് യൂസ് ചെയ്തോളൂ. ആ നൈറ്റ് സമയത്ത് നിങ്ങൾ ഈ ഡാർക്ക് മോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വിസിബിലിറ്റിയും സൂപ്പറായിരിക്കും. പിന്നെ നിങ്ങളുടെ ബാറ്ററി ബാക്കപ്പും വളരെ രീതിയിൽ ഇമ്പ്രൂവ് ആവും. നെക്സ്റ്റ് നിങ്ങൾക്ക് ലാസ്റ്റത്തെ ഒരു സ്റ്റെപ്പും കൂടി നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ളത്, നിങ്ങൾ നേരെ സെറ്റിങ്സിൽ വരിക. സെറ്റിങ്സിൽ വന്നതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ലോക്ക് സ്ക്രീൻ എന്ന് കാണാൻ സാധിക്കും. ലോക്ക് സ്ക്രീനിൽ നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ ഈ 2 ഓപ്ഷൻ ഡബിൾ ടാപ്പ് ടു സ്ക്രീൻ വേക്കപ്പ് എന്നുള്ളത് ഓഫ് ചെയ്ത് വയ്ക്കുക. പിന്നെ വേക്കപ്പ് ലോക്ക് സ്ക്രീൻ ഫോർ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോം സ്ക്രീന് വേക്കപ്പ് ആവുന്നതെന്നുണ്ടെങ്കിൽ ലൈറ്റ് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് നമ്മുടെ സ്ക്രീൻ ഓൺ ആവുന്നതും അതും ഓഫ് ചെയ്ത് വയ്ക്കുക. അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വളരെ രീതിയിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സ്ക്രീൻ ഓൺ ആയിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ ബാറ്ററിനെ നല്ല രീതിയിൽ ഇഫക്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ വേണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്യൂരിറ്റിയിൽ പോവുക. സെക്യൂരിറ്റിയിൽ പോയി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞറിയിക്കാം. സെക്യൂരിറ്റിയിൽ പോയിട്ട് നമ്മുടെ ബാറ്ററി ഇത് നോക്കുക, ബാറ്ററി ആൻഡ് പെർഫോമൻസ്. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ യൂസേജ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുക. നമ്മുടെ യൂസേജ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഏതൊക്കെ ആപ്പുകളാണ് ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ യൂട്യൂബും പിന്നെ PUBG മൊബൈലുകളാണ്. പിന്നെ അതുമായി തന്നെ നിങ്ങൾക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ഇതിലേതെങ്കിലും ആപ്പ് നിങ്ങൾക്ക് കൂടുതലായിട്ട് നെറ്റ് കൺസ്യൂം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ബാറ്ററി ഡ്രെയിൻ ചെയ്യുന്നുണ്ട്. ബാറ്ററി ഡ്രെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ കൂടുതൽ നെറ്റ് കൺസ്യൂം ചെയ്യുമ്പോഴാണ് ഈ ബാറ്ററി ഡ്രെയിൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ആപ്പ് ആവശ്യമില്ലാത്തുണ്ടെങ്കിൽ നിങ്ങളത് റിമൂവ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ബാറ്ററി ലൈഫ് ഇപ്പോൾ കിട്ടുന്നതിനേക്കാളും എങ്ങനെയായാലും ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ 10 കാര്യങ്ങളുണ്ട്, നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന എന്തായാലും ഒരു 15% ബാറ്ററി ബാക്കപ്പ് കൂടുതൽ കിട്ടും. നിങ്ങൾക്കപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.